ഇന്ത്യ വീണ്ടും റെഡ് ലിസ്റ്റിൽ. രണ്ടാം തരംഗം നൽകിയ ദുരിതങ്ങൾ ഓരോന്നായി അവസാനിക്കുന്നു. ദിനംപ്രതി കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ക്രമാതീതമായി കുറയുന്നു. എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കുഴയുകയാണ് പ്രവാസികൾ. കാരണം ഇതാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കണ്ടുവരുന്ന കോവിഡ് വൈറസിന്റെ ഡെൽറ്റ വകഭേദത്തിന് ജനിതക മാറ്റം സംഭവിച്ചു. ഡെൽറ്റ പ്ലസ് എന്ന പേരുള്ള പുതിയ വകഭേദമാണ് രാജ്യത്ത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കോവിഡ് രോഗികൾക്ക് നൽകുന്ന മോണോക്ലോസൽ ആന്റിബോഡി മിശ്രിതം ഡെൽറ്റ പ്ലസിനെതിരെ ഫലപ്രദമാകില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സാഹചര്യം ഇന്ത്യയെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളെ പ്രതിസന്ധിയിലാക്കി ഒമാനിൽ കോവിഡ് വൈറസിന്റെ ആൽഫ, ബീറ്റ, ഡെൽറ്റ വകഭേദങ്ങൾ വ്യാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് കോവിഡ് പരിശോധന നടത്തിവരുന്ന ലബോറട്ടറികൾ വ്യാപനശേഷി കൂടി വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വൈറസുകളിലെ ജനിതക മാറ്റം കാരണം അണുബാധ വർദ്ധിക്കുന്നു. ഡെൽറ്റ വകഭേദം നേരത്തെ ഉണ്ടായിരുന്ന വൈറസിനേക്കാൾ 60% വേഗത്തിൽ പടരുന്നുവെന്നും ഒമാനിലെ മെഡിക്കൽ ലബോറട്ടറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ തൗബി ഒരു മാധ്യമത്തോട് പറഞ്ഞു. ഒമാനിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 4415 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 46 പേർ മരണമടയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാസികളെ വീണ്ടും പ്രതിസന്ധിയിലാക്കി ബഹ്റൈന്റെ തീരുമാനം പുറത്തു വരുന്നത്. ഇന്ത്യക്കാർക്ക് പുതിയ തൊഴിൽ വിസകൾ അനുവദിക്കുന്നത് ബഹ്റൈൻ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ വിസ അനുവദിക്കുന്നതിനുള്ള നടപടികൾ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിർത്തിയത് തന്നെ. ഇന്ത്യ ഉൾപ്പെടെയുള്ള കോവിഡ് കേസുകൾ ഉയർന്ന രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മെയ് 24 മുതലാണ് ബഹ്റൈൻ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈൻ പൗരന്മാർക്കും ബഹ്റൈൻ റെസിഡന്റ് പെർമിറ്റ് ഉള്ളവർക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും തൊഴിൽ വിസ നൽകുന്നത് ബഹ്റൈൻ നിർത്തിവെച്ചിരിക്കുന്നു. ഈ രാജ്യങ്ങളിലെ കോവിഡ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായ ശേഷമേ വിസ നൽകാൻ പുനരാരംഭിക്കുകയുള്ളൂ. ബഹ്റൈന്റെ തീരുമാനത്തിൽ നട്ടം തിരിയുകയാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.